Hi students, welcome to the lecture. Today we will be dealing with Stokowski paradox. Okay, അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയനെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് വരുന്നത്, ഈ സ്റ്റോക്കോവ്സ്കി പാരഡോക്സ് വരുന്നത്. ഓക്കെ, സ്റ്റോക്കോവ്സ്കി പാരഡോക്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്റ്റോക്കോവ്സ്കി പാരഡോക്സ് എന്നുള്ളത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നില്ലേ. കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയക്കകത്ത് അത് ഒരു കോൺട്രഡിക്ടറി റിസൾട്ട് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് ആര് കണ്ടുപിടിച്ചു? ഈ സ്റ്റോക്കോവ്സ്കി കണ്ടുപിടിക്കുകയും അതിനെ തുടർന്ന് അതൊരു പാരഡോക്സ് ആയിട്ട് അദ്ദേഹം മുൻപോട്ടേക്ക് വെക്കുകയും ചെയ്തു. ഓക്കെ, ഇതൊരു കോൺട്രഡിക്ടറി റിസൾട്ട്സ് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കോൺട്രഡിക്ടറി റിസൾട്ട് തരുന്നതെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെയായിരുന്നു നമ്മുടെ ആ ഒരു എം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു എക്കോണമി നിന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പോളിസി ചേഞ്ച് വന്നു. എന്താണ് വന്നത്? ഒരു പോളിസി ചേഞ്ച് വന്നു. അങ്ങനെ പോളിസി ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചിലർക്ക് ഗെയിൻ ഉണ്ടാക്കും, ചിലർക്ക് ലോസ് ഉണ്ടാകും. അപ്പോൾ ഈ ഗെയിനർ ലോസർക്ക് എന്ത് ചെയ്യും? കോമ്പൻസേഷൻ കൊടുത്തിട്ട് നെറ്റ് എമൗണ്ട് റീറ്റെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെൽഫെയർ ഉണ്ടാകും എന്നുള്ളതായിരുന്നു കാൽഡോർ ഹിഗ്സിൻ്റെ കോമ്പൻസേഷൻ ക്രൈറ്റീരിയ. ഇനി ഇത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ലെസണിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു? നമ്മൾ കോമ്പൻസേഷൻ പേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഇത് എ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്, ഇത് ബി എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഒരു പോളിസി ചേഞ്ച് വന്നപ്പം ഈ എമ്മിൻ്റെ പൊസിഷൻ എന്നിൻ്റെ പൊസിഷനിലോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ചിലർക്ക് ഗെയിൻ ഉണ്ടാക്കി, ചിലർക്ക് ലോസ് ഉണ്ടാക്കി. സോ സ്വാഭാവികമായിട്ടും ഗെയിനേഴ്സ് ലോസേഴ്സിന് കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എൻ എന്ന പൊസിഷനിൽ നിന്ന് അത് ആർ എന്ന പൊസിഷനിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടു പേർക്കും ഒരേപോലെ ഗെയിൻ ഉണ്ടാവുകയും തുടർന്ന് വെൽഫെയർ പോസിബിൾ ആവുകയും ചെയ്തു എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും. എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽഡോർ ഹിഗ്സിൻ്റെ ക്രൈറ്റീരിയയിൽ കോൺട്രഡിക്ടറി റിസൾട്ട്സ് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നോക്ക്, രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ കൺസിഡർ ചെയ്യുക. ഓക്കെ, രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ കൺസിഡർ ചെയ്യുക. ഹിയർ നമുക്ക് രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ എം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊസിഷൻ. അതേപോലെ തന്നെ ഇതാണ് എന്നിൻ്റെ പൊസിഷൻ. ഓക്കെ, ഫസ്റ്റ് മൂവ്മെൻറ്റ് വരുന്നത് എം ടു എൻ ആണെന്ന് വിചാരിക്കുക. എം ടു എൻ ആണ് ഫസ്റ്റ് മൂവ്മെൻറ്റ് വരുന്നത്. ഇത് യൂട്ടിലിറ്റി ഓഫ് എ ആണ്, ഇത് യൂട്ടിലിറ്റി ഓഫ് ബി ആണ്. അതും കൂടി മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് മൂവ്മെൻറ്റ് വരുന്നത് ഈ എം ടു എൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ആരാണ് ഗെയിനർ ആവുന്നത്? എം ടു എൻ. ഇങ്ങോട്ടേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത്, അല്ല ഇങ്ങോട്ടേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗെയിനർ വരുന്നത് ആരായിരിക്കും? എ ആയിരിക്കും ഗെയിനർ ആവുന്നത്. ലൂസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ എൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ പൊസിഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ എൻ ഈ ഒരു പോയിന്റിലോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്കും ഗെയിൻ ഉണ്ടാവും. അതാണ് നമ്മുടെ ഫസ്റ്റ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കിക്കേ. ഈ എൻ നിൽക്കുന്നത് വേറൊരു യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിലും എം നിൽക്കുന്നത് വേറൊരു യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിലുമാണ്. സോ സ്വാഭാവികമായിട്ട് നമ്മുടെ രണ്ടാമത്തെ മൂവ്മെൻറ്റ് എൻ ടു എം ആണ് എന്ന് വിചാരിക്കുക. എൻ ടു എം ആണ് എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും അവിടെ ഗെയിനർ വരുന്നത് ബിയും ലൂസർ വരുന്നത് എയും ആയിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? വെൽഫെയർ ഓഫ് ആരാണ് ഇൻക്രീസ് ചെയ്തത്? വെൽഫെയർ ഓഫ് എം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റ് കാരണം, അതായത് ഇപ്പോൾ ഗെയിനർ എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എൻ ടു എം ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗെയിനർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബി ആണ്. അപ്പോൾ വെൽഫെയർ ഓഫ് എം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് അവിടെ രണ്ടുപേരുടെയും വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് രണ്ടുപേരും കൂടി എന്ത് ചെയ്യുന്നു? ഒരു പെർട്ടിക്കുലർ പൊസിഷനിലോട്ടേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എമ്മിൻ്റെ എവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ആർ എന്ന് പറഞ്ഞിരിക്കുന്ന പൊസിഷനിലോട്ടേക്ക്, എന്നിൻ്റെ ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് കാരണം എസിൻ്റെ പൊസിഷനിലോട്ടേക്കുമാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അതായത് എൻ ടു എം എസ് പൊസിഷനിലോട്ടേക്ക് മൂവ് ചെയ്തു, എം ടു എൻ ആർ പൊസിഷനിലോട്ടേക്ക് മൂവ് ചെയ്തു. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിലോട്ടേക്ക് മൂവ് ചെയ്യുമ്പോഴും വെൽഫെയർ ഉണ്ടാകുന്നു, എന്നിൽ നിന്ന് എമ്മിലോട്ടേക്ക് മൂവ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുന്നു? വെൽഫെയർ ഉണ്ടാകുന്നു. Okay, so through redistribution of income
ഈ രണ്ടിടത്തും എന്ത് ചെയ്യുന്നു, വെൽഫെയർ ഉണ്ടാകുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഒരു റിവേഴ്സ് മൂവ്മെൻറ്റും കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, ഒരു കോൺട്രഡിക്ടറി അല്ലെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ കോൺട്രഡിക്ടറി അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ സ്ട്രെറ്റോവിസ്കി പാരഡോക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായിരുന്നു, സ്ട്രെറ്റോവിസ്കി പാരഡോക്സ് എന്നാണ് ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിനെ പറയുന്നത്. രണ്ട് എന്താണ് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവ ആ രണ്ട് ഒരു ഇൻ്റർസെക്ഷൻ കാരണം എന്ത് സംഭവിക്കും, നമുക്ക് വെൽഫെയറിൻ്റെ അകത്ത് ആരാണ് കൂടുതൽ വെൽഫെയർ ആയത് അല്ലെങ്കിൽ ആരാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരികയും അതൊരു കോൺട്രഡിക്ടറി അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ ഇൻ്റർസെക്ഷനെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ സ്ട്രെറ്റോവിസ്കി പാരഡോക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഡബിൾ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സ്ട്രെറ്റോവിസ്കി എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള റിസൾട്ട്സ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു അലോക്കേഷൻ ഷിഫ്റ്റ് വരുന്നത് കൊണ്ടും ഈ രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കൊണ്ടുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്നോണമാണ് ആര് വന്നിരിക്കുന്നത്, നമ്മുടെ ഡബിൾ ക്രൈറ്റീരിയ വന്നിരിക്കുന്നത്. അപ്പോൾ ഡബിൾ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളത് നോക്കാം. ഡബിൾ ക്രൈറ്റീരിയ കൊണ്ടുവന്നിരിക്കുന്നതും ആര് തന്നെയാണ്, ഈ സ്ട്രെറ്റോവിസ്കി തന്നെയാണ് ഡബിൾ ക്രൈറ്റീരിയയും കൊണ്ടുവന്നിരിക്കുന്നത്. ഡബിൾ ക്രൈറ്റീരിയയും കൊണ്ടുവന്നിരിക്കുന്നത് ആര് തന്നെയാണ്, സ്ട്രെറ്റോവിസ്കി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡബിൾ ക്രൈറ്റീരിയ സ്ട്രെറ്റോവിസ്കി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് എഴുതുന്നത്. ഇനി ഇവിടുത്തെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയേഴ്സ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല, മറിച്ച് അത് രണ്ടും പാരലൽ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഇത് ആദ്യത്തെ പൊസിഷൻ എം ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ് ഫസ്റ്റ് മൂവ്മെൻറ്റ് എം ടു എൻ ആണ് മൂവ്മെൻറ്റ് വരുന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, M/N ആണ് മൂവ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ലോവർ ആയിട്ടുള്ള യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ നിന്ന് ഹയർ ആയിട്ടുള്ള യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിലോട്ടേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും, വെൽഫെയർ ഇൻക്രീസ് ചെയ്യും. ഇനി രണ്ടാമത്തെ മൂവ്മെൻറ്റ് നോക്കിക്കേ, N/M ആണ് വരുന്നത്. N/M എന്ന് വരുമ്പോഴത്തേക്കും ഈ ഹയർ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ നിന്ന് താഴെയുള്ള യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിലോട്ടേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത്. അതായത് വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, സ്ട്രെറ്റോവിസ്കി പാരഡോക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പാരഡോക്സിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ക്രൈറ്റീരിയ. ഓക്കെ, അതാണ് ഡബിൾ ക്രൈറ്റീരിയ. ഡബിൾ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈവൻ ദോ നമുക്ക് ഈ രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, മറിച്ച് യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ തമ്മിൽ പാരലലായിട്ടിരിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു റിവേഴ്സ് മൂവ്മെൻറ്റ് പോസിബിൾ ആവില്ല. റിവേഴ്സ് മൂവ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോസിബിൾ അല്ല. റിവേഴ്സ് മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. നമ്മൾ കണ്ടു റിവേഴ്സ് മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്താ സംഭവിച്ചത്, വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത് വെൻ റിവേഴ്സ് മൂവ്മെൻറ്റ് ഹാപ്പൻസ്. ഓക്കെ, അപ്പോൾ ആ ഒരു റിവേഴ്സ് മൂവ്മെൻറ്റ് ഹാപ്പൻ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ഡബിൾ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഷിഫ്റ്റ് ആവുന്നത് എന്താണ്, ഒരു പൊസിഷനിലോട്ടേക്ക് മാത്രമായിരിക്കും, റിവേഴ്സ് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതെന്തിന് കാരണവും ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ഓർ ഇൻക്രീസ് ഇൻ റിയൽ ഇൻകവും അഗ്രിഗേറ്റ് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് കാരണമാകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്ട്രെറ്റോവിസ്കി പാരഡോക്സും അതേപോലെ തന്നെ നമ്മുടെ ഡബിൾ ക്രൈറ്റീരിയ. ഇനി ഈ കോമ്പൻസേഷൻ ക്രൈറ്റീരിയയ്ക്ക് നമ്മുടെ കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഈ സ്ട്രെറ്റോവിസ്കി പാരഡോക്സും അതേപോലെ തന്നെ ഡബിൾ ക്രൈറ്റീരിയയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവർ പറഞ്ഞിരിക്കുന്നത് സാധാരണ ഒരു വെൽഫെയർ ക്രൈറ്റീരിയ പോലെ തന്നെ ഉള്ളതൊക്കെ ആരൊക്കെ ഉള്ളൂ, ഈ കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയയ്ക്ക് ഉള്ളൂ. അവർ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കാൽഡോർ ഡിഡ് നോട്ട് ഫോർമുലേറ്റ് ഒരു പുതിയ വെൽഫെയർ ക്രൈറ്റീരിയ. കാരണം എന്താണ്, അവർ അസ്യൂം ചെയ്തിരിക്കുന്നത് വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ
ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ശ്രദ്ധിക്കാതെ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ്റെ ഫംഗ്ഷനായിട്ട് മാത്രമാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവർ വാല്യൂ ഫ്രീ, നമ്മൾ ഓൾറെഡി കാൽഡോർ ഹിഗ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു വാല്യൂ ഫ്രീ ജഡ്ജ്മെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ആണ് യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഇവിടെ കാൽഡോർ ഹിഗ്സിൻ്റെ ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം വാല്യൂ ജഡ്ജ്മെൻറ്റ്സ്. വാല്യൂ ജഡ്ജ്മെൻറ്റ്സിൽ നിന്ന് ഒരിക്കലും അത് ഫ്രീ അല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയയിൽ അവിടെ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം പ്രൊഡക്ഷൻ്റെയും എക്സ്ചേഞ്ചിൽ നിന്നും സെപ്പറേറ്റഡ് ആണ് എന്നുള്ളത്. നോ സെപ്പറേഷൻ, ഒരു സെപ്പറേഷനും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ലിമിറ്റേഷനായിട്ടും പറയാനുള്ളത്. ദെർ ഇസ് നോ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്രോബ്ലം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച്. പ്രൊഡക്ഷൻ എക്സ്ചേഞ്ചും തമ്മിൽ യാതൊരു രീതിക്കുള്ളൊരു വ്യത്യാസവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിനി നോക്കാനായിട്ട് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വെൽഫെയർ ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ഈ വെൽഫെയർ ക്രൈറ്റീരിയയിൽ പൊട്ടൻഷ്യൽ വെൽഫെയറിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. ഓൺലി ടോക്ഡ് അബൌട്ട് പൊട്ടൻഷ്യൽ വെൽഫെയർ. പൊട്ടൻഷ്യൽ വെൽഫെയറിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത് ആൻഡ് നോട്ട് ഓൺ ആക്ച്വൽ വെൽഫെയറിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. പൊട്ടൻഷ്യൽ വെൽഫെയറിനെ കുറിച്ചാണ് കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിന്, അതായത് എക്സ്റ്റേണാലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ കൺസപ്ഷൻ, ഇതിനെയൊക്കെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല, ഇത് ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റേണാലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്ച്വൽ വെൽഫെയറിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതുപോലെ വലിയ സെപ്പറേഷൻ ഒന്നുമില്ല പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷനും എന്താണ് പ്രൊഡക്ഷനും എക്സ്ചേഞ്ചുമായിട്ട് പ്രോബ്ലം ഓഫ് ഡിസ്ട്രിബ്യൂഷന് വലിയ സെപ്പറേഷൻ ഒന്നും വന്നിട്ടില്ല. വാല്യൂ ജഡ്ജ്മെൻറ്റ്സിൽ നിന്ന് ഫ്രീ അല്ല, പുതിയതായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടുമില്ല എന്നുള്ള രീതിക്കാണ് സംസാരിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും നോക്കിയത് സ്റ്റിറ്റോവിസ്കി പാരഡോക്സ് എന്താണ് എന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട ഡബിൾ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതുമാണ്. സ്റ്റിറ്റോവിസ്കി പാരഡോക്സിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ എങ്ങനെ വെൽഫെയർ സാധ്യമാകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി M-N ആണ് മൂവ്മെൻറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഗെയിനർ A ആണ്, ലൂസർ B ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ N-M ആകുമ്പോഴത്തേക്കും ഗെയിനർ Bയും ലൂസർ Aയും ആകും. സോ അങ്ങനത്തെ ഒരു റിവേഴ്സ് മൂവ്മെൻറ്റ് വരുമ്പോഴത്തേക്കും കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെൽഫെയർ പോസിബിൾ അല്ല എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ് സ്റ്റിറ്റോവിസ്കി പാരഡോക്സ് വരുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നോണമാണ് ഡബിൾ ക്രൈറ്റീരിയ വരുന്നിരിക്കുന്നത്. അവിടെ എന്താണ് M-N മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ വെൽഫെയർ ഉണ്ടാകുന്നുണ്ട്. കാരണം ലോവർ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ നിന്നും ഹയർ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിലോട്ടേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ്. അതേസമയം N-M ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഹയർ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ നിന്നും ലോവർ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിലോട്ടേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത്. അവിടെ റിവേഴ്സ് മൂവ്മെൻറ്റ് പോസിബിൾ ആണോ? അല്ല, റിവേഴ്സ് മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് റിവേഴ്സ് മൂവ്മെൻറ്റ് പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഡിക്രീസ് ചെയ്തേനെ. ഓക്കെ, റിവേഴ്സ് മൂവ്മെൻറ്റ് ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വെൽഫെയർ ഡിക്രീസ് ചെയ്തേനെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഡബിൾ ക്രൈറ്റീരിയയിൽ ഇങ്ങനെ ഇത് തമ്മിൽ ഒരു ഇൻ്റർസെക്ഷൻ വരാത്ത പക്ഷം അഗ്രിഗേറ്റ് ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ റിയൽ ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. ദെയർ ബൈ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നതും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പിന്നീട് പറഞ്ഞിരിക്കുന്നത് കാൽഡോർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയയുടെ ലിമിറ്റേഷൻസ് ആണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത്രയും പോർഷൻസ്, ഇത്രയും വെൽഫെയർ ക്രൈറ്റീരിയയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് സാമുവൽ ബർഗ്സ് വെൽഫെയർ ഫംഗ്ഷനാണ്. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള വെൽഫെയർ ഫംഗ്ഷൻസ് കഴിയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഇത്രയും പഠിപ്പിച്ചതിലുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതേപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എൻജോയ് ലേണിംഗ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.